എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിലെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ലാസ്റ്റ് എപ്പിസോഡായത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ യാതൊരു മാലിന്യതകളും അശുദ്ധികളും ഒരു ദൈവവൈതലിനെ തീണ്ടാൻ പാടില്ല. പിതാക്കന്മാർ തന്ന ഉപദേശം ഞാൻ അങ്ങനെ തന്നെ പറയുക. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, സർപ്പം ഹവ്വായെ ഉഭയത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോയാൽ നമ്മൾ വഷളായി. നമുക്ക് കർത്താവിനോടുള്ള ഭക്തിയിലും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലും ജീവിക്കണം. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി ഒരു ദൈവവചനത്തിൻ്റെ ജീവിതത്തിൽ പാടില്ല. നിങ്ങളതിൽ തെറ്റിദ്ധരിക്കരുത്. കരം കൊടുക്കണമെന്നുള്ള നിയമമാണ്, അത് വചനത്തിലുണ്ട്. നമ്മൾ കൊടുത്തിരിക്കണം. ഈ ലോകത്തിലെ ഭരണാധികാരികൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. അത് വ്യവസ്ഥയാണ്. അത് പൗലോസും പത്രോസും പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നിയമങ്ങളെല്ലാം നമ്മൾ അനുസരിക്കണം. നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് നമ്മൾ അനുസരിക്കണം. ഒരു വിവരദോഷിയായ ഒരു അച്ചായൻ കോവിഡ് വന്ന സമയത്ത് ഒരു കൊടയും പിടിച്ചോണ്ടിങ്ങനെ പോവുക. ഇച്ചിരി പ്രായമുണ്ട് അച്ചായന്. പ്രായമുണ്ടെങ്കിലും വിവരമില്ല, സുബോധമില്ല. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും മാസ്ക് ധരിക്കണം. ഈ കുട ഇങ്ങനെ ചൂടി പോകുമ്പോൾ ആ കാലം കുടയാണ്. ആ കുടയുടെ ആ കാലയിൽ ആ വളവുള്ള സ്ഥലത്ത് ഈ മാസ്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ പോലീസുകാർ കയറി പിടിച്ചു. അല്ലോ എന്താ സാറേ ഇത് ഈ മാസ്ക് ഇടാത്തത്? അത് ഞാനൊരു വിശ്വാസിയാണ്, ഒരു ദൈവവൈതലാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓ അത് ശരി, ഒരു കാര്യം ചെയ്യ്, മാസ്ക് എടുത്തിട്ടോ, ഒരു 150 രൂപ പഴയും തന്നേക്കാൻ പറഞ്ഞു. ഒരു കാശും മേടിച്ച് മാസ്ക് ഇടിച്ചിട്ടാണ് വിട്ടത്. ഈ ലോകത്തിൻ്റെ ഭരണ നിയമങ്ങൾക്ക് നമ്മൾ അനുസരിക്കാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തത്. അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ മാളിൽ കയറ്റില്ലെന്നേ ഉള്ളൂ. ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലൊന്നും പോയി സാധനം പഠിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് നിയമം നിർബന്ധമാക്കിയിട്ടൊന്നുമില്ല. ആ ഇഞ്ചക്ഷൻ എടുത്തോടുകൂടി എല്ലാവരുടെയും ഇടപാട് തീർന്നു, ചീട്ട് കീറി. ഇനി എപ്പോൾ ചത്തുപോയാമെന്ന് ചോദിക്കുന്നു. അതുപോലെ അവസ്ഥയിലായി. മനുഷ്യരൊക്കെ രോഗികളായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് കേട്ടത് അധികം ശ്രദ്ധയോടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. അപ്പോസ്തലന്മാർ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് കർത്താവ് വരുന്നവരെയും ഈ പ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണം. ഈ പ്രവചന വാക്യങ്ങളാണ് ഇതൊക്കെ. പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന, കർത്താവാകുന്ന പ്രവാചകൻ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായ പ്രവാചകന്മാർ തന്നിരിക്കുന്ന പ്രവചനങ്ങളും ഉപദേശങ്ങളുമാണ് ഈ പുതിയ നിയമത്തിൽ നമുക്കുള്ളത്. ഇത് കേട്ടത് നമ്മൾ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഹൃദയമെന്ന മാംസപ്പലയിൽ എഴുതി വെക്കണം. അതിനനുസരിച്ച് ആ വചന ഉപദേശം അനുസരിച്ച് കുടുംബജീവിതം, സമൂഹ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവൻ യജമാനന് കീഴ്പ്പെട്ടിരിക്കണം. അവൻ്റെ തലയിൽ കയറിയിരിക്കാനല്ല. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭയപ്പെടണം. ഇത് നേരെ തിരിഞ്ഞു കിടക്കുക. ഇന്ന് നരകത്തിൽ പോകാൻ വേറെ വഴി ഒന്നും വേണ്ട, അത് മാത്രം മതി. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭയപ്പെടണം. നേരെ തിരിച്ചായാലോ? എൻ്റെ കൂടെയുള്ളൊരു സഹോദരനുണ്ട്. ഭാര്യ വാക്ക് കേട്ട് ഭയപ്പെട്ടിരിക്കുക. ഞാൻ അവിടെ നിന്നെ കർത്താവിന് വേണ്ടത് പൊക്കോളം പറഞ്ഞു. നിന്നെ കർത്താവിന് വേണ്ട സഹോദര, ഈ ഭാര്യയ്ക്ക് കീഴ്പ്പെടുന്നവനും നീ നിന്റെ മാതാപിതാക്കളുടെ പറയുന്നതനുസരിച്ച് തുള്ളാൻ നിൽക്കുന്നവനാണെങ്കിൽ നീ വചനം അനുസരിച്ച് ജീവിക്കാൻ നിനക്ക് പറ്റത്തില്ല. നീ നാശത്തിലേക്കേ പോകത്തുള്ളൂ. എന്ത് ചെയ്യാനാ? വളരെ ദുഃഖത്തോടെ, വേദനയോടെ ഞാൻ പറയാനിടയായി. നമ്മൾ കർത്താവിനെ ഭയപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ ദൈവം പറയുന്നൊരു അവസ്ഥ എന്താ? നിന്റെ സ്വന്തം മകനെ നീ യാഗം കഴിക്കാനായിട്ട് ശ്രമിച്ചതിൽ ഞാൻ മനസ്സിലാക്കുന്നത് നീ ദൈവത്തെ ഭയപ്പെടുന്നു. ഉണ്ടോ? ദൈവഭയം. ഞാൻ പല പ്രാവശ്യം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് കേട്ട് 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 നമ്മൾ ഈ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയണം. കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന കുടുംബജീവിതം, സമൂഹ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് പതിയണം.
ഹൃദയം എന്ന മാംസപ്പലയിൽ അടർത്തി എഴുതണം. ഹൃദയത്തിലുള്ള ദൈവഹിതമില്ലാത്ത ചിന്തകളും ഇടപാടുകളും എല്ലാം എടുത്ത് ദൂരെ കളയണം. നെഹമ്യാവ് ചെയ്തതെന്താ? ആലയത്തിൽ കൊണ്ടുവച്ച സൻബല്ലത്തും തോബിയാക്കും കൊണ്ടുവച്ച ചരക്കുകളൊക്കെ വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് ആലയത്തിൻ്റെ ഉപകരണങ്ങൾ ആ സ്വത്രം ആലയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ നമ്മുടെ ഹൃദയം എന്ന ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവഹിതമില്ലാത്തതൊക്കെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഈ വിശുദ്ധമായ നിർമ്മലമായ ഉപദേശ സത്യങ്ങൾ അത് വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച് ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യണം. അത് ഒഴുകിപ്പോകരുത്. ഒഴുകിപ്പോകാൻ എന്ത് പറ്റുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ഓരോരോ അനുസരണക്കേടിന് അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ യുഗങ്ങളിൽ നമ്മൾ പഠിച്ച യുഗത്തെക്കുറിച്ച് ഓരോ യുഗങ്ങളിൽ ആ പ്രമാണം ആരംഭം മുതൽ, ഇപ്പോൾ ആദാമിൻ്റെ സൃഷ്ടി മുതൽ ആദാമിൻ്റെ വീഴ്ച വരെ ആ പ്രമാണം, അത് കഴിഞ്ഞ് മനസാക്ഷി യുഗത്തിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ ആ പ്രമാണം, ന്യായപ്രമാണം തുടങ്ങി അന്ന് മുതൽ ന്യായപ്രമാണം തീരുന്നവരെ ആ പ്രമാണം. യേശുക്രിസ്തു വന്ന സമയത്ത് ന്യായപ്രമാണമാണ് ഭൂമിയിലുള്ളത്. ആ സമയത്ത് എന്താ ചെയ്ത കർത്താവ്? രോഗി സൗഖ്യമായപ്പോൾ അവരോട് എന്താ പറഞ്ഞേ? നീ പോയി മോചന പ്രമാണം അനുസരിക്കേണ്ട. ക്രിസ്തുവിൻ്റെ പ്രമാണം എപ്പോഴാണ് വരുന്നത്? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു, 3000 പേർ രക്ഷിക്കപ്പെട്ടു. പുതിയ നിയമസഭയുടെ ആവിർഭാവം അവിടെയാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. പുതിയ നിയമസഭ ഉടലെടുക്കുന്നത് മർക്കോസിന്റെ മാളികപ്പുറയിൽ വെച്ച പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ പത്രോസിന്റെ ശക്തമായ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു വന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. ആ അധ്യായത്തിന്റെ അവസാനം കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാ സഭ. തെറ്റിപ്പോകരുത്. ഇന്ന് കാണുന്ന സഭകളൊക്കെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി വരുന്നെങ്കിൽ അത് സഭയാണ്, ഇല്ലെങ്കിൽ അത് സഭ പോലിരിക്കും. കോഴിമുട്ടയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറച്ചിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പല കാര്യങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും ഉണ്ട്. പയറ് 4 വിധത്തിലുണ്ട്, പരിപ്പ് 4 വിധത്തിലുണ്ട്, 4 ക്വാളിറ്റിയിലുണ്ട്. ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും ഉണ്ട്. കോവിഡ് സമയത്ത് നമ്മളെ തീറ്റിച്ചത് മുഴുവൻ ചപ്പും ചവറുമായിരുന്നു. 1/2 കിലോ കടലയുടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 1/2 കിലോ കടല 1 കിലോ കണ്ട് തിരക്കില്ല. 1/2 കിലോ 1 കിലോ ആണെന്ന് ഓർക്കുന്നില്ല. 1/2 1 എനിക്ക് ഓർമ്മയില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെള്ളത്തിലിടാൻ നേരത്ത് ഈ താഴുന്നില്ല, ഈ സാധനം പൊങ്ങിക്കിടക്കുകയാണ്. ഉള്ളു മുഴുവൻ പൊള്ളയാണ്. അതുപോലെ പൊള്ളയായ വിശ്വാസികളെ കൊണ്ട് ക്രൈസ്തവ കോളം നിറഞ്ഞു കിടക്കുക. രക്ഷിക്കപ്പെട്ടവനില്ല സഭകളിൽ. സ്നാനപ്പെട്ടവരുണ്ട്, അന്യഭാഷയൊക്കെ പറയുന്നവരുണ്ട്. യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ചവരില്ല. യഥാർത്ഥ ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ സഭകളിൽ ഇല്ലവേ ഇല്ല. ഇപ്പൊ ചോദിക്കും, പക്ഷേ നിങ്ങൾ പറയുന്നത് തെറ്റാ. എന്നാ ഉണ്ട് ന്യൂനപക്ഷം, ഒരു ചെറിയ ശതമാനം, ഒരു ചെറിയ ശേഷിപ്പ്. ബഹുഭൂരിപക്ഷം കളകളെ തീറ്റിക്കാനുള്ള പാസ്റ്ററിന്റെ ഇഷ്ടം. കളകളെ തീറ്റിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാത്രമും കിട്ടും തിന്നാൻ, വാളവരെ ഇഷ്ടം പോലെ കിട്ടും തിന്നാൻ. അത് മേടിച്ച് തിന്ന് പാത്രന്മാരും സന്തോഷത്തോടെ ജീവിക്കുക. ഇതെല്ലാം കൂടി എങ്ങോട്ടാ പോണ? അതോർത്തിട്ടാണ് എനിക്ക് സങ്കടം. ഹല്ലേലൂയ. വാളവരെ തിന്ന് ജീവിക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നല്ല ശുദ്ധമായ പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ഈ വചനമെന്ന മായമില്ലാത്ത പാലാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത്. അത് കട്ടി കൂടിയതുകൊണ്ടും കട്ടി കുറഞ്ഞതുമുണ്ട്. ഈ മായമില്ലാത്ത വചനങ്ങളാണ് നമ്മളെ നടത്തേണ്ടത്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി, ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളായി നമ്മൾ തീരണം. ഉപദേശ സത്യങ്ങളിൽ നമ്മൾ നിലനിൽക്കുന്നവരായി തീരണം. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. അപ്പോൾ ഉപദേശം പഠിച്ചനുസരിക്കുമ്പോഴാണ് പാപത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഉപദേശം സഭകളില്ലല്ലോ. നീ നിന്നെ സൂക്ഷിക്കുക, എൻ്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിൻ്റെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. ഇല്ലെങ്കിൽ നിനക്കും ഇല്ല രക്ഷ, പ്രസംഗം കേൾക്കുന്നവർക്കും ഇല്ല രക്ഷ. ഉപദേശം പ്രസംഗിക്കുന്ന എത്ര സഭകളുണ്ട്.
അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കുന്ന എത്ര സഭകളുണ്ട്, എത്ര കൂടിവരവുകളുണ്ട്. മുഴുവൻ പിശാചി ഈമ്പ് വലിച്ചിട്ടിരിക്കുകയല്ലേ ഇല്ലാത്തേ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൊണ്ട് സഭയിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവനെല്ലാവരും കൂടി ഒരു മരക്കുരിശുണ്ടാക്കി ക്രൂശിക്കും. കുരിശുണ്ടാക്കി ക്രൂശിക്കൊന്നുമല്ല, വാക്കുകൊണ്ട് എല്ലാവരും കൂടി ക്രൂശിക്കും, അവനെ ഓടിക്കോടും. അതല്ല ഇപ്പം നടക്കുന്നേ. ഹല്ലേലൂയ. കാരണം ദൈവസഭ അതിൻ്റെ പാത വിട്ട് അവധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വൃദ്ധനായ മനുഷ്യൻ എഴുതി വെച്ചത്. ദൈവസഭ നവീകരണം എന്നൊരു പുസ്തകം, ഞാനത് റീപ്രിൻ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കോപ്പിയെങ്കിലും എടുത്ത് കയ്യിൽ വെക്കണമെന്ന് താല്പര്യമുണ്ട്. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അയച്ചു കൊടുക്കാൻ. വചനദാഹികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ എടുത്തു തരാം. നിങ്ങൾ വായിച്ച് പഠിക്കണം. ദൈവസഭ നവീകരണം, 100 പുസ്തകങ്ങൾ വായിച്ച് കുടഞ്ഞു കിടക്കുന്ന നമ്മൾ അതൊന്ന് വായിക്കണം. ഹല്ലേലൂയ. കർത്താവ് വരാറായി, സഭ എടുക്കപ്പെടാൻ നേരമായി. കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഭരിക്കുന്നുണ്ടോ? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുന്നുണ്ടോ? ആ കരുതിയിട്ട് ആ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ദൈവസഭ ആ ഉപദേശത്തിൽ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പ്രവൃത്തി 20:32. വചനത്തിലാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് സഭയെ. അപ്പോസ്തലൻ വചനത്തിലാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ആ ഉപദേശം അനുസരിച്ചാണ് സഭ ജീവിക്കേണ്ടത്. ആ ഉപദേശ സത്യങ്ങൾക്കനുസരിച്ചാണ് സഭ മുമ്പോട്ട് പോകേണ്ടത്. ആ ഉപദേശം ഇന്ന് സഭയിൽ പ്രസംഗിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് വായി തോന്നുന്ന പോലെ, മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇലക്ഷൻ നടത്തണം, നമുക്ക് കാൻഡിഡേറ്റിനെ നിർത്തണം, നമുക്ക് നമുക്ക് ഭരണം പിടിച്ചെടുക്കണം, കോർപ്പറേഷൻ പിടിക്കണം, പഞ്ചായത്ത് പിടിക്കണം, നമുക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെ ആകണം. ആയിക്കോ. സ്വർഗരാജ്യത്തിൻ്റെ പണ്ടൊരു ഉപദേശിച്ച് പറഞ്ഞ സ്വർഗരാജ്യം തരിച്ചു കിടന്നാലും ഇങ്ങനെയുള്ളവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എന്താ കാര്യം? യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇപ്പോൾ ഇവിടെ വായിക്കും. യോഹന്നാൻ 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞൊരു മഹത്തരമായൊരു വിഷയം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇപ്പോൾ തന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആ, ആമേൻ. ആ, മനസ്സിലായിരുന്നു. അടുത്തിരുന്നു. ആ യേശുവിൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടെ വിട്ട് ഗൃഹത്തിലേക്ക് പോവുക. പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നു. രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ ആ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അടുത്ത് അവൻ്റെ സഹോദരന്മാർ, ചിലപ്രായമുള്ള സഹോദരന്മാർ അവനെ വിശ്വസിച്ചില്ല. അടുത്ത് യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പകയ്ക്കാൻ ലോകത്തിന് കഴിയത്തില്ല. അവിടെ നിൽക്കട്ടെ, വായിക്കണം. നിങ്ങളെ പകയ്ക്കാൻ ലോകത്തിന് കഴിയത്തില്ല. കാരണം എന്താ? നിങ്ങൾ ലോകപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കഴുത്തെ കൈയിട്ട് ജീവിക്കുന്നത് നിങ്ങളെങ്ങനെ പകയ്ക്കുന്നേ? നിങ്ങളെ പകയ്ക്കില്ലവര്. എന്നാൽ കർത്താവ് പറയും നമ്മളെ പകയ്ക്കണം. ലോകം നമ്മളെ പകയ്ക്കും. ലോകം എന്നെ പകച്ചു, നിങ്ങളെ പകയ്ക്കും. അപ്പൊ നിങ്ങൾ കർത്താവ് എന്നിൽ ആശ്രയിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങളെ പകയ്ക്കാൻ ലോകത്തിന് കഴിയത്തില്ല. അടുത്ത്, ലോകത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളവ എന്ന് ഞാൻ ലോകത്തെ കുറിച്ച് സാക്ഷി പറയുന്നത് കൊണ്ട് ലോകം എന്നെ പകയ്ക്കുന്നു. അടുത്ത്, ആ എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, ഞാനിപ്പോൾ പോകുന്നില്ല. ആ, സ്തോത്രം. ഇനി അതിൻ്റെ 15-ാം അധ്യായം എടുത്താണ്ട് ഞാൻ പറഞ്ഞ വാക്യങ്ങളായിട്ട് നിങ്ങളത് വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ 16-ാമത്തെ വാക്യം, 15-ന്റെ 16 ഒന്ന് വായിച്ചേ. 16-ഉം 19 ഒന്ന് വായിച്ചേ. അല്ല, 16 അങ്ങ് വായിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. ആ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്താക്കിയത് ഫലം കായ്ക്കാനാ. നിങ്ങളുടെ ഫലം നിലനിൽക്കണം. നിങ്ങളെ ആക്രമിച്ചിരിക്കുന്നു.
ആ അടുത്ത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പായിക്കുന്നുവെങ്കിൽ, എൻ്റെ ദൈവമക്കളെ, ലോകക്കാര് നമ്മളെ തല്ലി ചതയ്ക്കുന്നെങ്കിൽ, നമ്മുടെ ഹോള് തട്ടി പൊട്ടിക്കുന്നെങ്കിൽ, നമ്മളെ കൊല്ലുന്നെങ്കിൽ, അതിന് കർത്താവ് നമ്മളെ പായിക്കുന്നതിന് മുമ്പ് നമ്മളെ ഉദ്ധരിക്കുന്ന ലോകം വിശുദ്ധന്മാരെ പകച്ചു, കർത്താവിനെ പകച്ചു, കർത്താവിന്റെ ശിഷ്യന്മാരെ പകച്ചു, അവരെ ഓടിച്ചിട്ട് തല്ലി, അവരുടെ തലയെല്ലാം കൊയ്തെടുത്തു. 11 ശിഷ്യന്മാരും രക്തസാക്ഷികളായി. ചരിത്രം പഠിക്കുന്നില്ലേ? പുതിയ നിയമസഭയ്ക്ക് എന്നും പീഡയുണ്ട്. പീഡകളിലൂടെയാണ് സഭ കടന്നുപോയത്. സഭയുടെ നാഥനും പീഡയിലൂടെയാണ് കടന്നുപോയത്. ഹല്ലേലൂയ. സഭയുടെ നാഥനായ കർത്താവും ഘോരമായ പീഡയിലൂടെയാണ് കടന്നുപോയത്. അതാ ഇവിടെ പറയുന്നത്, ലോകം നിങ്ങളെ പായിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ തനിക്ക് സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു. കണ്ടോ? എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുക. എന്താ കാര്യം? നിങ്ങൾ ലോകക്കാരല്ലാതെ ജീവിക്കുന്നു. നമ്മളെ പകയ്ക്കുന്നവരും നമ്മളെ ഉപദ്രവിക്കുന്നവരും ഈ സത്യമാർഗത്തിലേക്ക് വരണമെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നേ മതിയാകൂ. എന്താ പാസ്റ്റർ ഒരു ഉദാഹരണം പറയാൻ? പൗലൂസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ചവരെ അവർ ദൈവകൃപയിലേക്ക് വരാനുള്ള കാരണം, അവരെ പകച്ചവരെ പൗലൂസും ശീലാസും തിരിച്ചു പകയ്ക്കുകയല്ല ചെയ്തത്. അവരെ കഷ്ടതയുടെ തീച്ചൂളയിൽ അവർ ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. എന്താ നിലവിളിക്കുക? ദൈവത്തോട് നിലവിളിച്ചവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയായിരുന്നു. കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ആരാധന വെളിപ്പെട്ടു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സാധു മനുഷ്യൻ അടക്കയൊക്കെ പറിച്ച് കടയിൽ കൊണ്ടു വിൽക്കുന്ന ഒരു സാധു മനുഷ്യൻ പരസ്യമായിട്ട് സുവിശേഷം, അവർ ജംഗ്ഷനിൽ നിന്ന് സുവിശേഷം പറഞ്ഞതിന് പോലീസുകാർ അടുപ്പിടിച്ച് അകത്തുകൊണ്ടിട്ടു. അകത്തുകൊണ്ടിട്ടപ്പോൾ അകത്ത് കിടന്നുകൊണ്ട് പോലീസുകാരോട് സുവിശേഷം പറയാൻ പറ്റും. ഒരു നാണവുമില്ല. ബഹുമാനപ്പെട്ട സാറുമാരെ, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ല. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷ പ്രസംഗിച്ചുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സാറുമാരെ, നിങ്ങളും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും മരണാനന്തര ജീവിതത്തിൽ സ്വർഗരാജ്യം പ്രാപിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. നല്ല പ്യുവർ സുവിശേഷം. ഇന്നത്തെ ബൈബിൾ കോളേജിൽ പഠിച്ചൊരു സഹോദരനായിരുന്നെങ്കിൽ ഇത്രയൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പുള്ളി നല്ല ഭംഗിയായിട്ട് സുവിശേഷം പ്രസംഗിച്ചു. പോലീസുകാർ പറഞ്ഞു, എവനിവിടെ ഇട്ടാലും ഒരു രക്ഷയില്ല, തുറന്നു വിട്ടേക്കാൻ പറഞ്ഞു. ഇതൊക്കെ മാനസേരുകളെ പോലുള്ളവരാണ്, തുറന്നു വിട്ടേക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മളെ കടത്തി പൊറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഉപദ്രവിച്ചൊന്നുമില്ല, തുറന്നു വിട്ടു. പോകുന്ന വഴിക്ക് നന്ദി പറഞ്ഞ് 2 വചനം പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. അതാണ് സുവിശേഷം. അല്ലാതെ നമ്മളെ കൊണ്ടത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ? ഈ വടക്കേന്ത്യയിലൊക്കെ ചെയ്യുന്നത് എന്താ? പാസ്റ്റർമാരോ വിശ്വാസികൾ ആരെങ്കിലും ഒക്കെ പിടിച്ചു അകത്തിട്ടു. ഉടനെ നമ്മൾ വാട്സപ്പ് ഒക്കെ കയ്യിലുള്ളതല്ലേ, സോഷ്യൽ മീഡിയ ഉള്ളതല്ലേ, ലോകം മുഴുവൻ മെസ്സേജ് അയക്കുക. അതും പറഞ്ഞ് കാശുണ്ടാക്കുന്നവരും ഉണ്ട്, തട്ടിപ്പ് നടക്കുന്നുണ്ടില്ലേ. ഞാൻ അങ്ങനെ ആണെന്ന് പറയുകയല്ല, എന്നാൽ ചിലർ അതിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പാസ്റ്റർ കുടുംബം കഷ്ടത്തിൽ കിടക്കുകയാണ്, അവരെ കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ട്, കാര്യം ശരിയായിരിക്കാം, മേടിക്കുന്നവരെന്തുള്ളൂ, പകുതി കൊണ്ട് അവൻ തിന്നുക. ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. എല്ലാവിധ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ചതിയും എല്ലാം. പന്തൽ കെട്ടിയവന് പന്തൽ കാശ് കൊടുക്കാണ്ട് അവനെ പറഞ്ഞു വിട്ടു. അവൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടു, ഇന്ന വാരി ഞങ്ങളെ വിളിച്ചു കൺവെൻഷൻ നടത്തി, പന്തലിട്ടു, 5 ലക്ഷം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 ലക്ഷം തന്നുള്ളൂ, 2 ലക്ഷം കിട്ടിയില്ല. അവൻ കിടന്ന് കരയുക. അവൻ ആ വിഷയം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പോഴാണ് നമ്മൾ അറിയുന്നേ പെന്തക്കോസ്തുകാർ അപകീർത്തിപ്പെടാനിട്ടതാണോ? അല്ല, സത്യം അവരെടുത്തിട്ടത്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. പന്തൽ കെട്ടിയതിൽ, ഫുഡ് കൊടുത്തതിൽ, പിന്നെ കസേര കൊണ്ടുവന്നതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ കള്ളക്കണക്ക് പറഞ്ഞ് കാശുണ്ടാക്കുന്ന വിശ്വാസികളുണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാവരെ കുറിച്ചും ഞാൻ പറയാണ്, ചിന്തിക്കരുത്. വിശ്വസ്തരായിട്ട് ചെയ്യുന്ന അനേകരുണ്ട്, അവർക്കായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചില കളകൾ കിടപ്പുണ്ട്. കർത്താവ് എന്താ പറഞ്ഞേ? കൊയ്ത്തോളം വളരട്ടെ. ഇപ്പം പിഴുതു കളഞ്ഞാൽ നല്ലതും കൂടി പോരും. കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് വന്നു. ഹല്ലേലൂയ. കൊയ്ത്ത് വന്നു. ഹാർവസ്റ്റ് ഈസ് കെയിം. വന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് കൊയ്ത്തിന്റെ സമയം വന്നുകൊണ്ടിരിക്കുന്നു.
നല്ലതും ചീത്തയും തമ്മിൽ പറിച്ചു കൂട്ടാനുള്ള സമയമായി. നല്ലത് പാണ്ഡികശാലയിലേക്കും പതിരുകളെ തീയിലേക്കിട്ട് ദഹിപ്പിക്കുന്ന കാലം വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊരു മെസ്സേജ് ചെയ്തു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായമാണെന്ന് തോന്നുന്നു ആ വാക്ക്. മത്തായി 3 അത് വാക്യം. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വളരെ മനോഹരമായൊരു വചനമാണ്. ആ പറയുന്ന ആരാന്ന് ചോദിച്ചാൽ കർത്താവല്ല. ആ വചനം പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ലൂക്കോസ് 3:17. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പരയിൽ കൂട്ടിവെക്കുകയും പതിർ കിളാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, കർത്താവിൻ്റെ കയ്യിൽ. ആ വീശുമുറമെടുത്ത് കർത്താവ് വീശാനുള്ള സമയമായി. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, കളത്തെ മുറ്റും വെടിപ്പാക്കും. ഈ നെല്ലും ഗോതമ്പും ഒക്കെ ഇങ്ങനെ കൊയ്ത് കൊണ്ടുവന്ന് ചവിട്ടി മെതച്ച് ഒരു വലിയ പാത്രത്തിലാക്കി ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന്, പണ്ട് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്, ഒരു വലിയ പാറക്കഷ്ണത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അതിങ്ങനെ നിലത്തേക്ക് ചൊരിയും. പതിരും നിറകണിയും തമ്മിൽ വേർതിരിക്കണ്ടേ, അതിന് ചെയ്യുന്നതാണ്. അങ്ങനെ ചൊരിയുന്ന സമയത്ത് വീശുമുറമായ ഒരാൾ നിന്നുകൊണ്ട് എന്തു ചെയ്യും? നല്ല ശക്തിയോടെ വീശും. വീശിക്കഴിയുമ്പോൾ പതിരെല്ലാം പറന്നങ്ങ് പോകും. നിറമണികൾ നേരെ താഴേക്ക് വീഴും. ആ നിറമണികളെല്ലാം എടുത്ത് ഉപയോഗിക്കാനെടുക്കും. പതിരിനെല്ലാം എന്ത് ചെയ്യും? ഉള്ളത് ചുട്ടുകളയും. അത് കർത്താവ് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. വീശുമുറം സുവിശേഷ വേലക്കാർക്കെതിരെ വീശുമുറം എടുത്ത് വീശിക്കൊണ്ടിരിക്കുക. നിറമണികൾ മാത്രമേ അവിടെ നിലനിൽക്കത്തുള്ളൂ. പതിരുകളെല്ലാം പറന്നു പോകും. നമ്മൾ നിറമണികളാണോ എന്നാണ് എൻ്റെ ചോദ്യം. വീശുമുറൻ്റെ കയ്യിലുണ്ടെന്നുള്ള വിഷയം അത് എനിക്കെന്നെ എൻ്റെ മെസ്സേജിൽ അത് കിടപ്പുണ്ട്, എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോൾ എന്നടിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് എല്ലാം കയറി വരും. നിങ്ങൾക്ക് ഈ മെസ്സേജൊക്കെ അതിൽ കിട്ടും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ടെന്നുള്ള മെസ്സേജ് അതിൽ കിടപ്പുണ്ട്. 12 ക്ലിപ്പായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ഒട്ടുമുക്കാലും വിഷയങ്ങൾ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് കിട്ടുന്നത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് പ്രസംഗിക്കാനല്ലേ പറ്റുള്ളൂ. താല്പര്യമുള്ളവർ, വചനദാഹമുള്ളത് കേൾക്കുക. കേട്ട് ആത്മീയമായി ഉണർത്തപ്പെട്ട് കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങുക. അതിനാണിത് പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? അന്ത്യകാലമാണ്, കർത്താവിൻ്റെ വരവായി. വീശുമുറവുമായിട്ട് കർത്താവ് വരാൻ പോവുക. നല്ല നിറമണികളെയും പതിരിനെയും തമ്മിൽ വേർതിരിക്കാൻ പോവുക. കളത്തെ മുഴുവൻ വെടിപ്പാക്കും. ഈ ലോകത്തെ വെടിപ്പാക്കി എടുക്കാൻ പോവുക. വെടിപ്പാക്കെന്നുള്ള ലോകത്തെ ചുട്ടുകളെ അത്രേ ഉള്ളൂ. സ്തോത്രം. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം ലോകത്തെ നശിപ്പിച്ചു കളയും. ഗോതമ്പ് നല്ല നിറമണികളെ കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിരുകളെ തീയിലിട്ട് ചുടുകയും ചെയ്യുന്ന സമയം വരാൻ പോവുക. കർത്താവിൻ്റെ മക്കളല്ലാത്തവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്ന സമയം വരാൻ പോവുക. നിറമണികളായിട്ടുള്ളവരെ പാണ്ഡികശാലയിലേക്ക്, സ്വർഗത്തിലേക്ക്, സ്തോത്രം, അവരെ സ്വർഗത്തിലേക്ക് സേഫ് ചെയ്ത് കർത്താവ് അവരോടൊപ്പം രാജ്യം ഭരിക്കാൻ പോവുകയാണ്. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് തൻ്റെ ജനത്തോട്, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരോട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഭരണം നടത്താൻ പോവുകയാണ്. യെരുശലേമിൻ്റെ ഭരണകർത്താവായിട്ട്, യഹൂദൻ്റെ രാജാവായി കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് അവർ പിടിച്ച് ക്രൂശിച്ചു. തേജസ്സിൻ്റെ കർത്താവിനെ അവരറിയാതെ ക്രൂശിച്ചു എന്നാ പൗലോസ് പഠിപ്പിക്കുന്നത്. കർത്താവിന് ഭരണം കിട്ടിയില്ല. ആ കർത്താവ് യെരുശലേമിൽ വന്ന് 1000 ആണ്ട് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കും. ഇവിടെ ഒരു പ്രധാന വിഷയമുള്ളത് കൂടി പറഞ്ഞ് ഞാൻ നിർത്താനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 20:3. വെളിപ്പാട് പുസ്തകം 12:9, വെളിപ്പാട് പുസ്തകം 20:3. 2 വാക്യങ്ങൾ ചേർത്ത് പഠിക്കാൻ പോവാം. ഒരു വലിയ മർമ്മം. ഇന്ന് രാവിലെ ഞാൻ ഒരു ആൻറ്റിക്ക് ആ വിഷയം അല്പമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഇടയായി തീർന്നു. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. സാധാരണ തള്ളിയിട്ട കാര്യമായി പറയുന്നത്. അടച്ചു പൂട്ടുകയും. മതി. ഇനി ഈ വെളിപ്പാട് 12:9 വായിച്ചേ. 12:9 വായിച്ചിട്ട് വേണം വെളിപ്പാട് 20:3 വായിച്ചാൽ. ഭൂതളത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന
പഴയ പാമ്പിനെ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് ഇവിടെ യുദ്ധം നടത്തി, ഇവിടെ തമ്മിലടിപ്പിച്ച്, ഇവിടെ മനുഷ്യനെ മുഴുവൻ തെറ്റിച്ചിട്ടിരിക്കുക. ഇന്ന് കാണുന്ന സകല അരാജകത്വത്തിന്റെയും പിന്നിൽ സാത്താനാണെന്ന് ദൈവവചനം പറയുന്നു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നു. എന്നാൽ ഈ തെറ്റിച്ചു കളയുന്ന പിശാചിനെ 1000 ആണ്ട് ഈ ഭൂമിയെ കർത്താവ് വാഴാൻ വരുമ്പോൾ സാത്താനെ ബന്ധിക്കുന്ന ചരിത്രമാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ. അത് വായിച്ചാൽ 3:3. വെളിപ്പാട് 20:3. 1000 ആണ്ട് കഴിയുവോളം, 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പോവാ. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ തെറ്റിക്കാതിരിപ്പാൻ, വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടി. സാത്താനെ അടച്ചുപൂട്ടി. 1000 ആണ്ട് ഈ ഭൂമി ഭരിക്കുമ്പോൾ സാത്താൻ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ആ ഭൂമിയിലെ സാത്താനെ എന്ത് ചെയ്യും? കർത്താവ് തന്റെ അധികാരത്തിന്റെ ദൂതനെ കൊണ്ട് അഗാധ കൂപത്തിൽ പൂട്ടിയിടും, ലോക്ക് ചെയ്യും. എന്നിട്ടാണ് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ ഭൂമിയിൽ ഭരിക്കുന്ന ആരാ? ഈ ലോകത്തിലെ ദൈവമായ സാത്താൻ. പെന്തക്കോസ്തുകാരെ, ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ജഡീകന്മാരെ, നിങ്ങളൊന്ന് ഓർത്തോ, ഈ ഭൂമി സാത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിലെ ദൈവം സാത്താൻ, ഈ ലോകത്തിലെ ഭരണ സാരഥ്യം സാത്താനാണ് നടത്തുന്നത്. നിങ്ങൾ അവനോട് ചേർന്ന് ഭരണം നടത്താൻ തുനിയരുത്. നിങ്ങൾ ആ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാരെ ഭരിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. ലോകത്തെ ഭരിക്കാൻ നിങ്ങൾ വരണം. അന്ന് ആ സമയത്ത് ഈ ലോകത്തെ ഭരിക്കാൻ ദൈവം നമ്മളെ അധികാരപ്പെടുത്തും. അതുവരെ ഇവിടെ ഭരണമില്ല. ഇവിടുത്തെ ഭരണം ലോകമനുഷ്യർ ചെയ്തോട്ടെ. 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും, ദൂതന്മാരെ ഭരിക്കും, വാഴും. ഓക്കെ, അതൊക്കെ അങ്ങനെ വചനം പഠിപ്പിക്കുന്നേ. ഇപ്പൊ ഇവിടെ ഭരണം പിടിക്കാൻ പോയാൽ സാത്താന്റെ പൂണിയിൽ നിങ്ങൾ വീണുപോകും. ഈ പൂണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല. വല ഇങ്ങനെ ഈ പുഴയിലൊക്കെ കൊണ്ടുവന്ന് വട്ടത്തിൽ വല വീശുന്നവരുണ്ട്. അവരുടെ ഇളിപ്പിൽ ഒരു പൂണി ഇട്ടിട്ടുണ്ട്. അത് കൊട്ടവണ്ണുണ്ടാക്കിയ നെയ്തുണ്ടാക്കിയത്. ഒരു അടപ്പൊക്കെ ഉണ്ട്. അതിൽ കിട്ടുന്ന മീനൊക്കെ അതിൽ പറക്കിയിടും. ചെമ്മീനും ചെറിയ ചെറിയ മീനൊക്കെ പറക്കിയിടും. ചില സമയത്ത് ആ പൂണി എടുത്തിയും വല വീശാൻ നേരത്ത് വെളിയിൽ വെച്ചേക്കും. ചിലപ്പോൾ പോകാൻ നേരത്ത് പുള്ളിയുടെ അരയെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ സാത്താൻ്റെ പൂണിയിലാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്ന പാസ്റ്റർമാരും വിശ്വാസികളും. നന്നായിട്ട് മനസ്സിലാക്കിക്കോ. എല്ലാ പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നും കേരളം ഭരിക്കാനും പഞ്ചായത്ത് ഭരിക്കാനും കോർപ്പറേഷൻ ഭരിക്കാനും വിശ്വാസികളെ ചട്ടം കെട്ടി ഇറക്കുന്ന പാസ്റ്റർമാരുണ്ട്. അഗറോൺ ലീഡർഷിപ്പിൽപ്പെട്ടവരാവരെ, അല്ലെങ്കിൽ നിക്കോദിമോസ് ടീമിൽപ്പെട്ടവരാ. നിക്കോദിമോസ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിട്ടും യാതൊരു ബോധവും ഇല്ലാത്തവർ. അങ്ങനെയല്ലേ കർത്താവ് പഠിപ്പിച്ചത്? പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണമെന്ന് ചോദിച്ചവനാ നിക്കോദിമോസ്. അല്ല, കർത്താവ് ചോദിച്ചു, ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിട്ട് നീ ഇത് അറിയുന്നില്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. യേശുക്രിസ്തു പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തല ശിഷ്യന്മാരാണ്. ആദ്യം അപ്പോസ്തലന്മാരെ നമ്മൾ വിളിക്കുന്നത്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. കർത്താവിൻ്റെ കൂടെ നടക്കാനുള്ള ഭാഗ്യം പൗലോസിന് ലഭിച്ചില്ലെങ്കിലും ദൈവം അവനെ സന്ദർശിച്ച് പുതിയ നിയമസഭയുടെ വലിയ വെളിപ്പാടിൻ്റെ ഉപദേശങ്ങളെല്ലാം വെളിപ്പാടോവായിട്ട് പൗലോസിന് കൊടുത്ത്, പൗലോസും തൻ്റെ ലേഖനങ്ങളിൽ, അപ്പോസ്തലന്മാരും തൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ അരുളപ്പാടുകൾ, കർത്താവ് അവർക്ക് കൊടുത്തത്, അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഈ അരുളപ്പാടുകൾ നിങ്ങൾ തട്ടിക്കളയരുത്. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന 1 കൊരിന്ത്യർ 14:37. അതറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഈ കൽപ്പനകൾ, ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഊഹാപോഹം കൊണ്ടൊന്നും ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റത്തില്ല. സ്വർഗത്ത് പോകണമെങ്കിൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ അനുസരിച്ചേ പറ്റൂ. 1 തരം, 2 തരം, 3 തരം ലേലം ഉറപ്പിച്ചു. പിന്നെ ആരെങ്കിലും ഇതിനെ അഴിച്ചു കളഞ്ഞ കണക്ക് ദൈവത്തോട് കൊടുത്തു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക. ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പെന്തക്കോസ്തുകാരനായി 25 വർഷം എൻ്റെ നഷ്ടമായി. 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായി. ബഹുമാനപ്പെട്ട ഡോക്ടർമാരും റവറൻഡുമാരെല്ലാം എന്നെ ദൈവവചനം പഠിപ്പിച്ചു. പക്ഷേ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കെട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്ന ഈ ഗ്രൂപ്പാണ് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പെന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നില്ല.
പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം ആരും എന്നെ പ്രസംഗിച്ച് കേൾപ്പിച്ചില്ല. സങ്കീർത്തനം 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 സങ്കീർത്തനം, മോശ, ഏലിയാവ്, ദാവീദ്, ഇങ്ങനെ ക്രമത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പഴയ നിയമത്തിലെ ഗുസ്തി നടത്തുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. അടിയും വെട്ടും കുത്തും. കുന്തത്തേലൊരുത്തം വീണ് ചത്തം, ചെന്നിയിൽ കുന്തം കുത്തി തുളച്ചത്. ഞങ്ങളുടെ കൂടെ നടന്നൊരു വാസു പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അവൻ്റെ ചെന്നിയിൽ കുത്തി കയറ്റിയത് ഈ കുന്തം. എന്തൊക്കെയാണ് പരി! ഇതെല്ലാം കേട്ടിട്ട് നമുക്ക് എന്താ ആത്മീയവർദ്ധനം ഉണ്ടാകാൻ പോകുന്നു? കാഹളം ധനിക്കുമ്പോൾ നമുക്ക് പോണ്ടേ ഇവിടെ നിന്ന്? നമുക്ക് ഈയാൻ പാറ്റകളെ പോലെ പറന്നു പോണ്ടേ? ഇവിടെ കയറി വരുവിനെന്നുള്ള ശബ്ദത്തിൽ നമ്മളെല്ലാം ഉയർത്തെഴുന്നേറ്റോ രൂപാന്തരം പ്രാപിച്ചും സ്വർഗരാജ്യത്തേക്ക് പോണ്ടേ? അതിനുള്ള ഉപദേശം എവിടെ? ദൈവസഭയുടെ ഉപദേശം പ്രസംഗിക്കുന്ന ഓഹലിയാവുമാരും ബസലേലുമാരും എവിടെ? എൻ്റെ ഒരു കൂട്ടുവാസി ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായി. സഭാഗമനൂടനം പണിയാനായിട്ട് ദൈവം നിയോഗിച്ച ഓഹലിയാവും ബസലേലും എവിടെ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും പ്രസംഗിച്ച് ദൈവസഭയെ ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷകന്മാരെവിടെ? അവർ ഭരണം നടത്താൻ പോവുക. ഈ ലോകത്തിന്റെ ദൈവം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ ഭരണസാരഥികളാവാൻ പോവാണ് അവര്. അപ്പൊ അവര് പിശാചിന്റെ വയറ്റിലായി എന്നാണ് ഞാൻ പറയുന്നത്, പ്രസംഗിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഭരിക്കട്ടെ, നമുക്ക് നിത്യതയ്ക്ക് പോകാനുള്ള ഒരുക്കം. പുതിയ നിയമസഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരുക്കം പ്രസംഗിക്കുക. നിർമ്മല കന്യകയായി ജീവിക്കണമെന്ന് പറയുക. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മണവാട്ടി പദത്തിൽ ചെന്നെത്തണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകാൻ പാടില്ലെന്ന് ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മരണം വരെയും. ദൈവത്തിന്റെ മന്ദിരമെങ്കിൽ യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലോട് ചേർത്ത് പണിയപ്പെടുന്ന ഒരു കല്ലായി നീ രൂപപ്പെട്ട് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി തീരണമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തത്, 3 ഉപദേശങ്ങളാണല്ലോ. സഭ ക്രിസ്തുവിന്റെ ശരീരം, സഭ കന്യക അല്ലെങ്കിൽ മണവാട്ടി, സഭ ദൈവത്തിന്റെ ഗൃഹം, നിർമ്മാണം, ഗൃഹം, ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം. ശരീരമെങ്കിൽ തലയായ ക്രിസ്തു എന്നുള്ള ഉപദേശം സ്വീകരിച്ച് ജീവിക്കുന്ന ശരീരത്തിന്റെ ഒരു അവയവമായി നീ തീരണമെന്ന് പ്രസംഗിക്കുക. ഇതല്ലാതെ എന്ത് പ്രസംഗിക്കാനാ ഇവിടെ? പ്രസംഗത്തിന് എന്ത് പ്രസക്തി? ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസരിക്കുക. പ്രസംഗം തീർന്നു. ഞാനതൊന്ന് വായിച്ചങ്ങ് സ്തോത്രം തീർക്കുക. സ്തോത്രം വായിച്ച് ഞാൻ ആ വിഷയം അങ്ങ് വിടുക. ദൂതന്മാർ മുഖാന്തരം വരളി ഇതവചനം സ്ഥിരമായിരിക്കും. ഓരോ ലംഘനത്തിനും മനസ്സിനെ ന്യായമായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തു വയ്ക്കും. ശിക്ഷ കിട്ടിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം പെട്ടെന്നൊന്ന് വായിച്ചു വിടാം. 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 10-ന്റെ 26 മുതൽ സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം നമ്മനപ്പുറം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമടി കെട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, അപ്പൊ മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് 2-3 സാക്ഷികളുടെ വാമടി കെട്ട് മരണശിക്ഷ കൽപ്പിക്കുക. പിന്നെ അടുത്ത് പറയുന്നത് ദൈവപുത്രനെ ചവിട്ടിക്കളയുക, അതായത് പുതിയ നിയമ പ്രമാണത്തെ മെതിച്ചു കളയുന്നവരെ കുറിച്ചാണ് പറയുന്നത്, അനുസരിക്കാത്തവരെ കുറിച്ചാണ് പറയുന്നത്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എത്ര കഠിനമേറെ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തതിനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന എത്ര ഭയങ്കരം. എബ്രായലേഖനം 10-ന്റെ 26, 27, 28, 29, 30 വാക്യങ്ങൾ കാണാതെ പഠിച്ചോണം. പുതിയ നിയമ ഉപദേശം അനുസരിക്കാത്തവനും മോശയുടെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷയുണ്ടെന്ന് പൗലോസ് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ വചനത്തിന്റെ സ്ക്രിപ്ചറുകളൊന്നും ആരും പഠിക്കുന്നില്ല, ആരും വേണ്ട രീതിയിൽ പ്രസംഗിക്കുന്നില്ല. ഇവിടെ വല്ലതൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചിരുന്നതുമായ ഇത്ര വലിയ രക്ഷയുടെ വചനങ്ങൾ അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് കേട്ടു. അവർ നമുക്ക് ഉറപ്പിച്ചു തന്നിരിക്കുന്ന ഇത്ര വലിയ രക്ഷയുടെ വചനങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ ശിക്ഷാവിധിയിൽ നിന്ന് നാം തെറ്റി ഒഴിയുകയില്ല. ശിക്ഷാവിധി ചെന്നു ചാടേണ്ടി. അതുകൊണ്ട് ഈ വചനങ്ങളെ സ്വീകരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയല്ല ഈ വേഗം ഇപ്പോൾ പ്രസംഗിച്ചിരിക്കുന്നത്, കുറച്ചുകൂടി ആഴത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കേട്ട് നിങ്ങൾക്കത് ഗ്രഹിക്കാനുള്ള സാവകാശമുണ്ട്. ഈ ക്ലിപ്പുകൾ 4 ക്ലിപ്പുകൾ
പിന്നെയും പിന്നെയും തുടരെ കേൾക്കുക. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കുക, നന്നായിട്ട് കേട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ആത്മീക മർമ്മങ്ങൾ എഴുതിയെടുക്കുക, പഠിക്കുക, ഗ്രഹിക്കുക. സ്വത്രം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതുക. ദൂതന്മാർ അരുളിയ വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും മനസ്സിലാക്കിയും ന്യായമായ പ്രതിഫലം പ്രാപിക്കും. പ്രതിഫലം എന്ന് പറഞ്ഞ ശിക്ഷ. ഞാനിപ്പോൾ വായിച്ച എബ്രായ ലേഖനം 10:26 മുതൽ 32 വരെ. ന്യായമായ ശിക്ഷ ലഭിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. പലസ്തീൻ നാട്ടിൽ വന്ന ശിഷ്യന്മാരോട് പറഞ്ഞത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കാനാവിലെ ആ വീഞ്ഞിൻ്റെ ആദ്യത്തെ അത്ഭുതം അവിടെ ചെയ്തു. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും എൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. കേട്ട ആദിമ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു പറഞ്ഞു. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ, ആത്മരക്ഷ, ദേഹരക്ഷ, പ്രാണരക്ഷ, ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആത്മരക്ഷ പ്രാപിക്കുവാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു വരിക. അതാണ് നമുക്ക് ആവശ്യം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവദാസൻ പറഞ്ഞ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൻ്റെ ആത്മീക സത്യങ്ങൾ ഒരു ചെറിയ അളവിൽ ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ ഇടയായി. ഈ വചനം കേട്ട എല്ലാവർക്കായി സ്തോത്രം. നേരിട്ട് കേട്ടവർ, വാട്സപ്പിലൂടെ, ടെലിഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ കേൾക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ഈ വചനങ്ങൾ അവരുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീരും. നിത്യതയിൽ പ്രിയപ്പെട്ടവർ കാണുവാനിടയായി തീരട്ടെ. വചനത്തിലൂടെ അവരെ ഉണർത്തിയെടുക്കണമേ കർത്താവേ. ഉണർന്നിരിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ എന്നുള്ള കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർത്തിരിപ്പാൻ വചനം കേട്ട് എല്ലാവർക്കും കർത്താവ് കൃപ നൽകണം. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്വത്രം. സർവമഹത്വവും പിതാവിനെ യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കണ്ണോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിടെ പ്രാർത്ഥനയായിട്ട് സ്വത്രം ചെയ്യാം. സ്വത്രം, സ്വത്രം, സ്വത്രം. ദാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കാവലും കൂട്ടായ്മ നമ്മോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പുലോത്തുള്ള സകല വിശുദ്ധന്മാരോടും വിശേഷാൽ എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചന പഠനം കേട്ട എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വരവരെ ഇന്നുപോലെ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ, 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 ആമേൻ.